ടോം ക്രൂസ് അറിയാലോ, നല്ല സ്റ്റോറി സ്ക്രീൻ പ്ലേ ഉള്ള ഒരു പടമായിരുന്നു. ആ മിഷൻ അക്കംപ്ലിഷ് ആവോ ഇല്ലെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ തന്നെയാണ്. അടിപൊളി സിനിമ, മിഷൻ ഇംപോസിബിളിലെ ബെസ്റ്റ്. ഇത് കരയിലും വെള്ളത്തിലും ആകാശത്തിലും വെച്ചിട്ട് ഒരുപോലെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി ഈ പ്രായത്തിൽ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, സീൻ ആക്ഷൻ വി ഡോണ്ട് നീഡ് ടു സേ അബൌട്ട് ടോം ക്രൂസ് ആക്ഷൻ. ടോം ക്രൂസിന്റെ അഴിഞ്ഞോട്ടോ സൂപ്പർ പടം. കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല പടം, അടിപൊളി പടം. ഒരു ആബ്സല്യൂട്ട് ടോം ക്രൂസ് പടം, കിടിലൻ പടം, വേറെ ഒന്നും പറയില്ല, സെറ്റ്. ആക്ഷൻ ഇത്തവണ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കുറവാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. കിടിലൻ പടം, അടിപൊളി. ഫസ്റ്റിനേക്കാളും കിടിലൻ സിനിമയാണ്. നല്ല പടമായിരുന്നു, കൊള്ളാം. ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല പടം. വിഷ്വൽസും സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്, ഇമ്മർസീവ് ആണ്. സീൻ പടം, അടിപൊളിയായി, രക്ഷയില്ല, അന്യായ പടം. അടിപൊളി ആക്ഷൻ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും അടിപൊളിയാണ്. കാരണം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സൂപ്പറാണ്, അടിപൊളി. നല്ല പടമായിരുന്നു, നല്ല പടം, ഗുഡ് മൂവി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാ പാട്ടും കാണും. എനിക്ക് ടോം ക്രൂസിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് കാണും. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. നല്ല ആക്ഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. അണ്ടർ വേൾഡിൻ്റെ പരിപാടിയെല്ലാം ഉണ്ട്. ഫ്ലൈറ്റ് ചേസിങ് സൂപ്പറായിട്ടുണ്ട് മൊത്തത്തിൽ. നല്ല സിനിമ. കാണാൻ കുഴപ്പമില്ല, സ്റ്റണ്ടൊക്കെ ഉണ്ട് പോലെ. മിഷൻ ഇംപോസിബിൾ പോലൊരു സീരീസിന് എങ്ങനെ ഒരു ഫ്രാഞ്ചൈസിന് എങ്ങനെ ഒരു എൻഡ് കൊടുക്കുക അത്രയും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ഡയമെൻഷനിൽ കഥ നടക്കാറുള്ളൂ. ഇത് കരയിലും വെള്ളത്തിലും ആകാശത്തിലും വെച്ചിട്ട് ഒരുപോലെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ. ക്ലൈമാക്സ് ഉള്ളായിരുന്നു, കുറച്ചുകൂടെ ഇമോഷണൽ ആണ്. ആക്ഷൻസ് ആർ ഗുഡ്. One of the weakest in the whole series. Got bored in between. But it's good. It's good for one time watch. And it concludes the series. So it's good that way. Action, yeah, got bored. Like it's redundant. Sometimes it's overstretched. Not very precise like the other movies. It's a good addition to the franchise. Sleek and stylish. Good as always. Action top notch. Good as always. Do I have to say that? അടിപൊളി ആക്ഷൻ. ടോം ക്രൂസ് തകർത്തു. ഒരു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പാട്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല സിനിമ. ആ പടം നന്നായിട്ടുണ്ട്. ടോം ക്രൂസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ അല്ല, ആക്ഷൻ വൈസ് കുറേ കൂടെ കാണാനുണ്ട് എന്നുള്ളതാണ്. അടിപൊളി സിനിമ. നല്ല അടിപൊളിയാണ്. കൊള്ളാം, നല്ല പടം, നല്ലൊരു ട്രിബ്യൂട്ട് പടമായിരുന്നു. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആക്ഷനും സ്റ്റൺസും എല്ലാം കൊള്ളാം. പിന്നെ ടോം ക്രൂസ് അറിയാലോ, നല്ല സ്റ്റോറി സ്ക്രീൻ പ്ലേ ഉള്ളൊരു പടമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്, സൂപ്പർ. അടിപൊളിയായിരുന്നു, നല്ല പടം. ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസം. കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല പടം, അടിപൊളി പടം. വർത്ത് വാച്ചിങ്, യു ഷുഡ് വാച്ച് ഇറ്റ്. കൊള്ളാം, നല്ല പടമായിരുന്നു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ സാധാ കാണുന്ന പോലെ, സാധാ ഫ്രാഞ്ചൈസിലുള്ള പോലെ ഒരു പടമല്ല, കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ട് എല്ലാ സീനിനും ഒക്കെ. നമ്മൾ സാധാ പടം കാണുമ്പോൾ ഏതെങ്കിലും ഒരു സീനിലായിരിക്കും നൈസായിട്ട് അങ്ങ് കൊണ്ടുവയ്ക്കുന്നത്. ഇത് എല്ലാ സീനും നൈസാണ്. നല്ല ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല രസമായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി സിനിമ, മിഷൻ ഇംപോസിബിളിലെ ബെസ്റ്റ് സിനിമ സോഫ. ആക്ഷൻ അടിപൊളി, ഡെഡ് റെക്കണിങ് കാട്ടിയും കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആണ് ആക്ഷൻസ്. ഒരു ആബ്സല്യൂട്ട് ടോം ക്രൂസ് പടം, കിടിലൻ പടം, വേറെ ഒന്നും പറയില്ല, സെറ്റ്. വിഷയം പടം, ടോം ക്രൂസിന്റെ അഴിഞ്ഞോട്ടോ സൂപ്പർ പടം. കുഴപ്പമില്ല, ആവറേജ്. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയാണ്. പിന്നെ സ്റ്റൺസ് എല്ലാം നല്ല വർത്താണ്. നല്ല സിനിമയായിരുന്നു. ആക്ഷനൊക്കെ കൊള്ളാം, നല്ല സിനിമ. മൊത്തത്തിൽ ഓവറോൾ നല്ലതാണ്. നല്ല പടം, കിടിലൻ പടം. ഒരു രക്ഷയില്ലടാ, കിടിലൻ സിനിമ. എന്ന് പറയുമ്പോൾ ഒരു പീക്ക് ഫ്രാഞ്ചൈസിന് കൊടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയിട്ട് തോന്നി. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നമ്മൾ എന്താണോ പ്രതീക്ഷ വന്നത് ഹൈപ്പിനനുസരിച്ച് വേർത്താണ്. കിടിലൻ പടം. നമ്മളെന്താ പറയേണ്ടത്, ഒരു ആ മിഷൻ അക്കംപ്ലിഷ് ആവോ ഇല്ലെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒരു ഭയങ്കര സീറ്റഡ് ത്രില്ലർ തന്നെയാണ്. നമുക്കങ്ങനെ ഒരു മോശമെന്ന് പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മുമ്പത്തെ പാർട്ട് കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് എന്താണ് ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു 10 മടങ്ങ് ഇരട്ടി അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ലാസ്റ്റ് പാർട്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതാണ്, ബെറ്ററാണ്. നല്ല പടം, കിടിലൻ പടം, ഒരു രക്ഷയില്ല. സൂപ്പർ പടം, ആക്ഷൻ സൂപ്പർ, പൊളി ആക്ഷൻ. എല്ലാ സ്റ്റണ്ടൊക്കെ എൻ്റെ അങ്ങനെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ഇത്ര ഈ വയസ്സിലല്ലേ ചെയ്തത്, പക്ഷേ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആയാലും VFX ആയാലും ആക്ടിങ് ആയാലും എല്ലാം അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി പോലും ഇപ്പം ഓരോ ഷോട്ടും നമുക്കങ്ങ് ഒരു രോമാഞ്ചം കാണുമ്പോൾ. നല്ല പടം, മുമ്പത്തെ അത്ര ഇല്ലായിരുന്നു, കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി ഈ പ്രായത്തിൽ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, സീൻ. സെക്കൻഡ് വരുന്ന എയർ ഫ്ലൈറ്റ് സീനുണ്ടല്ലോ, ഞാൻ ഓർന്നും ഇരിക്കുകയായിരുന്നു. അടിപൊളി സൂപ്പർ. കൊള്ളായിരുന്നു ബ്രോ, നല്ല സിനിമയാണ്. പിന്നെ മിഷൻ ഇംപോസിബിൾ അങ്ങനെ മോശമെന്ന് പറയാൻ ഒരു പടവും ഇല്ലല്ലോ. ഈ കഴിഞ്ഞ എണ്ണം പോലെ തന്നെ നല്ല പടമാണ്. എടുത്തു പറയാനായിട്ട് ടോം ക്രൂസിൻ്റെ സ്റ്റണ്ട് ആയാലും പിന്നെ VFXും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ചില സീനുകളിൽ എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് VFX ആണെന്ന്. കുഴപ്പമില്ല, എന്നാലും നല്ല രീതിക്ക്. ബ്രോ, ഇറ്റ്സ് ടു ഗുഡ്. It's good. Action, we don't need to say about Tom Cruise action.
It's too good. Means we can enjoy the movie, but some scenes are like lagging. They prolong the scenes. It's good. കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഇത് കുറച്ചുകൂടെ ബെറ്ററാണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ. ആക്ഷനൊക്കെ നല്ല 2Dയിൽ തന്നെ ആക്ച്വലി കൊള്ളാം. പടങ്ങൾ ഞാൻ 2Dയിലാണ് കാണാൻ പ്രിഫർ ചെയ്യാൻ. സൂപ്പറായിട്ട് നല്ല പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ച് നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്.